യഥോ ധർമ്മസ്ഥതോ ജയ. ധർമ്മമുള്ളിടത്താണ് വിജയം. ധർമ്മോ രക്ഷതി രക്ഷത. ധർമ്മത്തെ സംരക്ഷിക്കുന്നവരെ ധർമ്മം സംരക്ഷിക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് മലയാള സാഹിത്യത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നോവലുകളിൽ ഒന്നായ MT വാസുദേവൻ നായർ എഴുതിയ രണ്ടാം ഊഴമാണ്. 1984 പ്രസിദ്ധീകരിച്ച രണ്ടാം ഊഴം മഹാഭാരതത്തെ ഭീമന്റെ കാഴ്ചപ്പാടിലൂടെ പുനരാഗമനം ചെയ്യുന്നു. തന്റെ ജീവിതത്തിൽ എന്നും രണ്ടാം സ്ഥാനത്ത് നിൽക്കേണ്ടി വന്ന ഭീമന്റെ മനസ്സും വികാരങ്ങളും അതീവ മാനുഷികമായി കഥാകൃത്ത് ഇവിടെ അവതരിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കൃതിക്ക് രണ്ടാം ഊഴം എന്ന പേര് ഏറെ അർത്ഥവത്താകുന്നത്. ഈ കഥയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ പുരാണ കഥകളുടെ അത്ഭുതങ്ങളുടെയും ദൈവികതയുടെയും ലോകത്തിൽ നിന്ന് മനുഷ്യരുടെ ലോകത്തേക്ക് കൊണ്ടുപോകുന്നു എന്നതാണ്. ഇവിടെ കഥാപാത്രങ്ങൾ ദൈവങ്ങളല്ല, ദൗർബല്യങ്ങളും ആശകളും നിരാശകളും സ്വപ്നങ്ങളുമുള്ള സാധാരണ മനുഷ്യരാണ്. ഭീമൻ നാം ഉദ്ദേശിക്കുന്നത് പോലെ ധീരനായ ഒരു യോദ്ധാവ് മാത്രമായിരുന്നില്ല. വിശ്വസിക്കുന്ന, വേദനിക്കുന്ന, അപമാനങ്ങൾ സഹിക്കുന്ന ഒരു സാധാരണ മനുഷ്യനായിരുന്നു. തന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടും തന്റെ ജീവിതത്തിൽ അർഹമായ അംഗീകാരങ്ങൾ ലഭിക്കാത്ത ഒരു മനുഷ്യന്റെ ആത്മസംഘർഷം ഈ നോവലിന്റെ കേന്ദ്ര വിഷയമായി മാറുന്നു. യുദ്ധഭൂമിയുടെ വിജയത്തെക്കാൾ തന്റെ മനസ്സിലെ വേദനകളാണ് എന്നും ഭീമനെ വേദനിപ്പിച്ചിരുന്നത്. MTയുടെ ഭാഷ തന്നെയാണ് ഈ കൃതിയുടെ ഏറ്റവും വലിയ ശക്തി. ലളിതവും ആഴത്തിലുമുള്ളതുമായ ഭാഷ വായനക്കാരനെ കഥാപാത്രങ്ങളുടെ മനസ്സിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഓരോ ചിന്തയും ഓരോ സംഭാഷണവും ജീവിതത്തെക്കുറിച്ചുള്ള മഹത്തായ ഓരോ തിരിച്ചറിവുകളായി മാറുന്നു. ഈ നോവലിൽ ഏറ്റവും വലിയ പ്രത്യേകതകൾ ഞാൻ പറഞ്ഞു. അടുത്തതായി ഈ നോവൽ വായിക്കുന്നതോടുകൂടി നമുക്ക് കിട്ടുന്ന ഗുണങ്ങളാണ്. ഈ നോവൽ വായിക്കുന്നതോടുകൂടി മഹാഭാരതത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറും. എല്ലായ്പ്പോഴും വിജയിക്കുന്നവനല്ല നായകൻ എന്നതും പലപ്പോഴും വേദനകൾ സഹിക്കുന്ന, നിശബ്ദമായി വേദനകൾ സഹിക്കുന്നവനാണ് നായകൻ എന്നതും ഈ നോവൽ നമ്മെ പഠിപ്പിക്കുന്നു. അവസാനമായി രണ്ടാം ഊഴം എന്നത് ഒരു പുരാണ കഥയുടെ പുനരാഗമ്യം മാത്രമല്ല, വേദനകൾ സഹിക്കുന്നവന്റെ ആത്മസംഘർഷങ്ങളും ജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെയും ഒരു മഹത്തായ സാഹിത്യ സൃഷ്ടിയാണ്. ഈ കൃതി വായിക്കുന്നതോടുകൂടി നമ്മുടെ പല ചിന്തകളും മാറ്റാൻ കഴിയും. എന്റെ അഭിപ്രായത്തിൽ രണ്ടാം ഊഴം എന്നത് ഓരോ മലയാളിയും വായിക്കേണ്ട ഒരു ക്ലാസിക് കൃതിയാണ്. അവസാനമായി കൂട്ടുകാരെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ഈ 21ാം നൂറ്റാണ്ടിൽ നാം പല യുദ്ധങ്ങളും നേരിട്ടിട്ടുണ്ട്. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന മഹാശാസ്ത്രജ്ഞൻ ഒരു വാചകം പറയുകയുണ്ടായി. രണ്ടാം ലോക മഹായുദ്ധത്തിൽ അവർ ഉപയോഗിച്ചത് ആറ്റം ബോംബായിരുന്നു. എന്നാൽ മൂന്നാം ലോക മഹായുദ്ധത്തിൽ എന്ത് ആയുധമാണ് ഉപയോഗിക്കുക എന്ന് എനിക്കറിയില്ല. എന്നാൽ നാലാം ലോക മഹായുദ്ധം എന്നുണ്ടെങ്കിൽ അതിൽ മണ്ണും കല്ലുമാകും ഉപയോഗിക്കുക. ഇതിനർത്ഥം മനുഷ്യൻ തരം താഴ്ന്നു പോകും എന്നല്ല, മനുഷ്യന്റെ വർഗം ഉണ്ടായിരിക്കുകയില്ല നാലാം ലോക മഹായുദ്ധം ചെയ്യാൻ എന്നതാണ്. ഇതിനർത്ഥം ലോകം കണ്ട ഏറ്റവും വലിയ യുദ്ധങ്ങളിൽ ഒരിക്കലും ഒരു പരിഹാരവും ഇന്നേ വരെ കണ്ടിട്ടില്ല എന്ന ബോധം നാം നമ്മിൽ തന്നെ വളർത്തിയെടുക്കണം. യുദ്ധം അതൊന്നിനും ഒരു പരിഹാരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.